കശ്മീരിലെ പെഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജകുമാരി സൗത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. മെഴുകുതിരികൾ കയ്യിലേന്തിയാണ് മരണപ്പെട്ട സഹോദരങ്ങളെ അനുസ്മരിച്ചത്. പെഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ 26 നിരപരാധികൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ മരണമടഞ്ഞ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനൊപ്പം രാജ്യത്തിനും പെഹൽഗാമിലെ കച്ചവടക്കാർക്കും പിന്തുണ അറിയിക്കുകയാണ് കേരളത്തിലെ വ്യാപാരികൾ. ടൂറിസത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന 10,000-കണക്കിന് വ്യാപാരികളെ കൂടിയാണ് തീവ്രവാദി ആക്രമണം ബാധിച്ചത്. ടൂറിസത്തിൽ നിന്നുള്ള വരുമാനമാണ് കശ്മീർ ജനതയെ പിടിച്ചു നിർത്തുന്നത്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള വ്യാപാരവും ചെറുകിട വ്യവസായവും കൃഷിയും മറ്റ് അനുബന്ധ തൊഴിലുകളുമാണ് ഭൂരിപക്ഷം കാശ്മീരികളുടെയും ജീവിതമാർഗം. ഇതാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണം കൊണ്ട് ഇല്ലാതായത്. തീവ്രവാദത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിയാൽ മാത്രമേ കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗമായി നിലനിർത്താനാകൂ. അതിനുള്ള ശ്രമങ്ങൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. രാജകുമാരി സൗത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിന് യൂണിറ്റ് ജനറൽ സെക്രട്ടറി സോജൻ വർഗീസ് നേതൃത്വം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് വി കുര്യാക്കോസ് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികൾ എന്ന നിലയിൽ രാജ്യത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി ചർച്ചകളും കാര്യങ്ങളുമായിട്ട് നമ്മുടെ ഭരണകർത്താക്കൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിലും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിന് മുഴുവൻ പിന്തുണയും വ്യാപാരികളുടെയും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊന്നുകൂടി ഊന്നി പറയുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ വ്യാപാരി സമൂഹം ഒന്നടങ്കം നടത്തുന്ന ഈ ആദരാഞ്ജലിയാണ്, അതേപോലെ തന്നെ ഒരു ഐക്യപ്രതിജ്ഞയാണ് നമ്മൾ എടുക്കുന്നത്. നിരവധി വ്യാപാരികളാണ് മെഴുകുതിരികളുമായി ആദരാഞ്ജലികൾ അർപ്പിച്ചത്. യൂണിറ്റ് ട്രഷറർ OA ജോൺ, ജില്ലാ സെക്രട്ടറി റോയി അമ്പഴച്ചാലിൽ, യൂത്ത് വിംഗ് പ്രസിഡന്റ് റിജോ കുര്യൻ, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ദീപു ഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു.